സമന്തപഞ്ചകം ഹൈന്ദവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും, പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ്. ത്രേതായുഗത്തിന്റെയും ദ്വാപരയുഗത്തിന്റെയും സന്ധിയിൽ പരശുരാമൻ 21 തവണ ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്തതായി പുരാണങ്ങൾ പറയുന്നു. ക്ഷത്രിയരുടെ രക്തം കൊണ്ട് അദ്ദേഹം 5 തടാകങ്ങൾ സൃഷ്ടിച്ചു. ഈ തടാകങ്ങൾ പിന്നീട് സമന്തപഞ്ചകം എന്ന് അറിയപ്പെട്ടു. പരശുരാമൻ ഈ 5 തടാകങ്ങളിലും കുളിച്ച് തന്റെ പൂർവികരായ മുനിമാർക്കും ദേവന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം നടത്തി യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് പാപശാന്തി വരുത്തി. അന്നു മുതൽ ഈ സ്ഥലം ഒരു പുണ്യതീർത്ഥമായി മാറി എന്നാണ് വിശ്വാസം. ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ബ്രഹ്മഹത്യാ പാപം പോലുള്ളവ ക്ഷയിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. സമന്തപഞ്ചകം എന്നറിയപ്പെട്ടിരുന്ന ഈ പുണ്യഭൂമിയാണ് പിന്നീട് കുരുക്ഷേത്രമായി മാറിയത്. പാണ്ഡവരുടെയും കൗരവരുടെയും ഇടയിൽ നടന്ന ഭയങ്കരമായ മഹാഭാരത യുദ്ധം നടന്നത് ഈ സമന്തപഞ്ചകത്തിൽ വെച്ചാണ്. സൂര്യഗ്രഹണദിനം സമന്തപഞ്ചകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ദിവസം നാനാ ദിക്കുകളിൽ നിന്നും അസംഖ്യം ആളുകൾ അവിടെയെത്തി ഗ്രഹണം ദർശിക്കുകയും പുണ്യസ്നാനം ചെയ്യുകയും ചെയ്യുന്നു. മഹാഭാരതത്തിൽ സൂര്യഗ്രഹണ സമയത്ത് യാദവരും പാണ്ഡവരും കൗരവരും അനേകം മുനിമാരും അവിടെയെത്തി 3 മാസം താമസിച്ച് അന്യോന്യം പരിചയപ്പെടാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും അവസരം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്.